കെഞ്ചിയഞ്ചൊക്കെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ജനനായകൻ മൂവിയിലെ ചെല്ലമകളെ എന്ന് പറയുന്ന തേർഡ് സിംഗിൾ ആണ്. അതിന്റെ ലിറിക് വീഡിയോ ആണ്. ഇത് എപ്പോഴാ വന്നത് എന്ന് പോലും അറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ആ ക്രിസ്മസിന്റെ ടൈമിലാണെന്ന് തോന്നുന്നു ഇതിന്റെ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ ശരിക്കും അതിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നതിന്റെ കുറെ ക്ലിപ്സും അങ്ങനെയുള്ള സംഭവങ്ങളെ കണ്ടപ്പോഴാണ് അതിന്റെ ഇടയിൽ ഈ ഒരു സംഭവം കണ്ടത്. നമ്മൾ ഫസ്റ്റ് സിംഗിളും സെക്കൻഡ് സിംഗിളൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഫസ്റ്റ് സിംഗിളിനേക്കാളും സെക്കൻഡ് സിംഗിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് സിംഗിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഫസ്റ്റ് കണ്ട ഒരു ലൂപ്പ് മോഡായിരുന്നു. സെക്കൻഡ് തേർഡ് ഒക്കെ കേൾക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് രസം തോന്നിയത്. സിംഗിൾ കുറച്ചും കൂടി ഒരു സെലിബ്രേറ്റിംഗ് മോഡാണ്. കുറച്ചും കൂടി ഡാൻസിനൊക്കെ ഒരു ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാരും കൂടി കൊണ്ടാടുന്ന ഒരു സംഭവമാണ്. സെക്കൻഡ് കുറച്ചും കൂടി ഒരു മാസ് എലമെന്റ്, പിന്നെ അതുപോലെ വിജയണ്ണന്റെ ഒരു ട്രിബ്യൂട്ട് ഫീൽ ഒക്കെ വരുന്ന രീതിയിൽ ഭയങ്കര ഒരു എന്താ പറയാ കത്തി നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയാം സെക്കൻഡ്. ആൻഡ് തേർഡ് സിംഗിൾ പാടിയിരിക്കുന്നത് അഗെയിൻ വിജയണ്ണൻ തന്നെയാണ്. ഫസ്റ്റ് പാടിയ വിജയണ്ണൻ ഉണ്ടായിരുന്നു അല്ലേ? ഫസ്റ്റത്തിലുണ്ട്. കഴിഞ്ഞ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വേറെ സിംഗേഴ്സ് വേറെ രണ്ടുപേരായിരുന്നു, അവരും പിന്നെ അനിരുദ്ധും കൂടിയാണ് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് അഗെയിൻ അദ്ദേഹം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു എനിക്ക് തോന്നുന്നു ചെല്ലമകളെ, അതായത് ഒരു ഇമോഷണലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ഈ ഒരു പടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇമോഷണൽ മൂവിയാണ്. ആൻഡ് അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഇവൻ ദ മൂവി ഇറങ്ങാണ്ട് തന്നെ അതിനെ ഒരു സെലിബ്രേഷൻ ആയിട്ട് കാണുന്ന അതുപോലെ തന്നെയാണ് ശരിക്കും ഉള്ളത്, പ്രത്യേകിച്ച് ഫാൻസ്. അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോടുള്ള ആ ഒരു ഇഷ്ടം എത്രത്തൊക്കെ കാണിക്കാവോ അത്രയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ആ ഒരു ടൈമിലാണ് ഇതിൽ ഓരോ അപ്ഡേറ്റ്സ് ഇറങ്ങുന്നത്. ആൻഡ് ഷോർട്ട്ലി ഇതിനകത്തെ ട്രെയിലറും വരുന്നതാണെന്ന് തോന്നുന്നു. ബിക്കോസ് നെക്സ്റ്റ് മന്ത് പടറങ്ങാൻ, നെക്സ്റ്റ് മന്ത് പറയുമ്പോൾ ഇപ്പം 2-3-4 ദിവസമേ ഉള്ളൂ. അപ്പോൾ പൊങ്കൽ റിലീസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മുന്നേ ട്രെയിലർ ഇറങ്ങും. ട്രെയിലറിന് മുന്നേ തന്നെ ഓരോരോ അപ്ഡേറ്റുകളായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. അങ്ങനെയാണ്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു വിജയണ്ണന്റെ ഒരു മന്ത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. വിജയണ്ണന്റെ പടത്തിന്റെ ഒരു പടം വരുമ്പോ ഒരു മാസം മുന്നേ ഫുള്ള് സെലിബ്രേഷൻ സ്റ്റാർട്ട് ആവും. അതിനാണല്ലോ ഈ ഓഡിയോ ലോഞ്ച് ഇപ്പൊ അടുത്ത് തന്നെ വന്നു. അതിന്റെ ഇടയിൽ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും കാണാം. റെഡി? വാരിസിൽ ഇതുപോലെ അമ്മ സോങ് നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിച്ചായിരുന്നു. പേര് ആ ഒരു അമ്മ തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞു. തമിഴില് തന്നെ വിജയണ്ണനും മോളാ ഉള്ളൂ. തുടങ്ങിയാലോ? ക്യൂട്ട് സോങ് ഫീൽ ഉണ്ട്. മ്യൂസിക് അദ്ദേഹമല്ലേ പാടുന്നത്? நிலவுகள் வரும் அழகே
കുടിയിരിക്കും നാനീരാത് എന്നു. ഓ പൊളി പൊളി പൊളി. എന്റെ പോങ്ങരുത് എന്ന് ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുവായിരുന്നു ഇതിനകത്ത്. സത്യം പറയാൻ അതിനകത്ത് ഏകദേശം ഒരു ഹാഫ് ആയപ്പോ തന്നെ എന്താ പറയാ, അയ്യോ എന്താ പറയാ, കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഒരു ടൈപ്പ് സോങ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോയിസ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് റോൾ അതിനകത്ത് പ്ലേ ചെയ്യുന്നുള്ളതാണ്. അതായത് ഞാൻ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാൻ നിന്നില്ല, അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ നമുക്ക് ആ ഒരു ഹാഫ് വെച്ചിട്ട് തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ ഭയങ്കരമായിട്ട് ഇവൻ എന്തോ അതിനകത്ത് ഓവർ സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ലിറിക്കൽ സോങ് ആണ്, പക്ഷെ എന്നാലും ഭയങ്കര ലിറിക്സ്, അതായത് അർത്ഥം മനസ്സിലാവുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയാ തമിഴായതുകൊണ്ട് തന്നെ ഏകദേശം മലയാളം പോലെ തന്നെ മനസ്സിലും ആകും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ കണക്റ്റ് ആകും. അപ്പോൾ ഓവർ നമ്മൾ കുറേ സിറ്റുവേഷൻസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ പാട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു പൊട്ടുന്നൊരു ഫീലിംഗ് വരും. ശരിക്കും ഈ ഒരു പാട്ടിന് അതുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സോങ്സും അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ഫീലാണ്. അതായത് അതെങ്ങനെ ഒരു കേട്ടിരിക്കാൻ തോന്നും. അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റിയും അങ്ങനെ തന്നെയാണ്, പറയുന്ന വാക്കുകളും അല്ലേ, എല്ലാത്തിനും ആ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോ ഇപ്പൊ അടുത്തന്നെ ഏതായിരുന്നു മറ്റേ ഒരു റീൽസിലൊക്കെ മറ്റേ ഇല്ലേ ആ ഒരു ഓഡിയോ ലോഞ്ചിന്റെ സമയത്തല്ല, എനിക്ക് തോന്നുന്നു ഇലക്ഷന്റെ ഇതിന്റെ പൊളിറ്റിക്സിന്റെ മറ്റൊന്ന് സമയത്താണ് എന്തോ ഇറങ്ങുന്നൊക്കെ പറയുന്നില്ല, അതിന്റെ ഒരു ഓഡിയോ തന്നെ വരുന്നില്ല, തമ്പി കീഴിറങ്ങുന്ന ദിവസം അതിൽ ആ വിളിക്കുന്നതിൽ തന്നെ ഭയങ്കര ഒരു വാത്സല്യം ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഈ പാട്ടിനകത്ത് അങ്ങനെ തന്നെയാണ്. അതായത് വിജയണ്ണന്റെ യൂഷ്വൽ സോങ് വിജയണ്ണൻ പാടുന്ന രീതിയിലല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് പാടിയേക്കണേ. കാരണം ഒരു അനിരുദ്ധ് വൈബിലാണ് പാടിയേക്കണേ. അനിരുദ്ധാണ് ഇങ്ങനത്തെ ഒരു മെലഡി സോങ് ഈ സ്റ്റൈലിൽ പാടാറ്, കുറച്ച് നീട്ടി വലിച്ചൊക്കെ. അത് കറക്റ്റ് വിജയണ്ണൻ ആ ഒരു സ്റ്റൈലിൽ പാടാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ കുട്ടി സ്റ്റോറി സോങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആണ്, ഇത് വേറെ രീതിയിലാണ്. ഇതിന്റെ ആ ഒരു ലിറിക്കൽ ചെയ്തിരിക്കുന്നത് നല്ല രസമായിരുന്നു. കാരണം കറക്റ്റ് ഒരു കുട്ടിയുടെ ആ ഒരു ബുക്കൊക്കെ ഉണ്ടാവില്ലേ, ഈ ഡ്രോയിങ് ബുക്കൊക്കെ, പിന്നെ കുട്ടിയുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന സ്കൂളിംഗ് ബുക്കിന്റെ ഒക്കെ ആ ഒരു പേജ് മറിക്കുന്ന പോലെയാണ് ആ ഒരു വിഷ്വലൈസേഷൻ. വിജയണ്ണൻ പ്ലസ് കിഡ് വരുന്ന സമയത്ത് ഭയങ്കര ഒരു സ്കോപ്പാണ് കേട്ടോ. അതായത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു ഗേൾ കിഡും കൂടി ആവുമ്പോൾ അത് ഭയങ്കര ഒരു ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ആ ഒരു മൂവിയൊക്കെ എന്ത് രസമായിരുന്നു കാണാനായിട്ട്. ആ ഒരു കുറെ സ്ഥലത്തൊക്കെ അവിടെയൊക്കെ എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചൊക്കെ ഉണ്ടെങ്കിലും മറ്റേ തെറിയിലൊക്കെ അതെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പടാണ്. അപ്പോ ആ പടം എന്ന് പറയുന്നത് ഏകദേശം അതിനകത്ത് അങ്ങനെ തന്നെയായിരുന്നില്ലേ, ഒരു കുട്ടി ഉണ്ടാവും. പടങ്ങളില് തെറിയും മെർസലും ഗംഭീരാണ്. ബിഗിലാണ് കുറച്ചെവിടേക്കോ, ബിഗിലിലെ ഏറ്റവും നന്നായിട്ട് വന്ന രായപ്പന്റെ ക്യാരക്ടർ വൈസ് ഗംഭീരാണ്. പക്ഷെ അതിൽ കുറെ ബിഗിൽ ക്യാരക്ടറിൽ കുറച്ചൊക്കെ പോകുന്നുണ്ട്. ആ ഒരു ഇൻസ്പിറേഷൻ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ അതങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇതിനകത്ത് അവര് സെയിം സീൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര എവിടെയോ ഒരു ഭയങ്കര ഒരു ഗ്രാമത്തിലൊരു സംഭവമാണ് തോന്നുന്നത്. ഇതില് ഈ ഒരു സോങ്ങിലൂടെ മമിത ബൈജുവിനെ വലുതായിട്ടും കാണിക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ട് പാട്ട് എൻഡിലോട്ട് എത്തുമ്പോ. കാരണം അതായിരിക്കും ചിലപ്പോൾ റിവീൽ ചെയ്യാത്തത് അല്ലെ. കാരണം മമിത തന്നെയാണെന്ന് തോന്നുന്നു മോളായിട്ട് വരുന്നത് അല്ലെ. ആ സാധ്യത കൂടുതലാണ്. ഏകദേശം ഒരു ഏജും മറ്റതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ആ കുട്ടീനെ തോന്നുന്നു കാണുന്ന സമയത്ത് ഒരു മമിതയുടെ കുറെ അധികം ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെയാണെങ്കിൽ ഓഡിയോ ലോഞ്ചിന്റെ സമയത്താണെങ്കിലും മമിതയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു അവര്. അപ്പൊ മമിത ഏകദേശം എനിക്ക് തോന്നുന്നു തമിഴിൽ ഓൾറെഡി ഒരു സ്റ്റാർ ആയി കഴിഞ്ഞു. ഹിറ്റായല്ലോ, ഒരു പടം ഗംഭീര ഹിറ്റായി. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു പടം കൂടി ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് സൂര്യണ്ണന്റെ കൂടെയാണെന്ന് തോന്നുന്നുള്ളത് പടം ഉണ്ട്. അപ്പൊ എന്തായാലും അതാണ് നമുക്ക് ഈ ഒരു പാട്ടിനെ പറ്റി പറയാനുള്ളത്. വെയിറ്റിംഗ് ഫോർ മോർ അപ്ഡേറ്റ്സ് ഫ്രം ദിസ് മൂവി. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. നിങ്ങൾക്ക് ഏത് പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ? കാരണം ഇതെന്ന് പറയുന്നത് ഇമോഷണൽ, എപ്പോഴും ആ ഒരു ഇമോഷണൽ മൂവീസിന്റെ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മറ്റ് സോങ്സ് ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമുക്ക് കമ്പയർ ചെയ്യാം, പക്ഷേ ഈ ഒരു സോങ് ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ഒരു ഇമോഷണൽ ഫീൽ. ഷെൽഫ് പോലെയാണ്, നമ്മൾ ഷെൽഫിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ ഷെൽഫിന് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ടാവല്ലോ. ഇത് ഒരു ഷെൽഫിൽ വേറൊരു ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. വന്നു കഴിഞ്ഞാൽ അത് വിഷ്വൽ പാട്ട്, പ്രത്യേകിച്ച് നമ്മള് ഗോട്ടയിലാണെന്ന് തോന്നുന്നു, ഗോട്ടിലെ മറ്റേ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമില്ലേ, അതിൻ്റെ അകത്ത് ഇതുപോലൊരു ചിന്ന ചിന്ന കൺകൾ ആ സോങ് ഇല്ലേ, വിജയണ്ണൻ തന്നെ പാടിയ സോങ്. അതിന്റെ വിഷ്വലൈസ് നല്ല രസമായിരുന്നു വന്ന സമയത്ത്.